രാഷ്ട്രീയ തീരുമാനങ്ങളുണ്ടാകുമ്പോൾ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ താല്പര്യങ്ങൾക്കനുസൃതമായിട്ടാണ് തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ മാനുഷിക വികാരങ്ങൾക്കും മനുഷ്യത്വത്തിനും പ്രസക്തിയില്ലാതെ വരുന്നില്ലേ? ഇത് എന്ത് പ്രസക്തിയില്ലാതെ വരുന്നില്ലല്ലോ. അതിനാണ് പാഞ്ചാലിയെ വളരെ വിശദമായിട്ടൊരു വർണ്ണന വർണ്ണിച്ചിട്ടുണ്ട് വ്യാസൻ. മനുഷ്യവികാരങ്ങൾക്ക് പ്രസക്തിയില്ലാതെ വരുന്നില്ല. പിന്നെ ഇവർക്ക് ഈ അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായ സ്വാധീനം ചെലുത്താത്ത തരത്തിലുള്ള മൈനർ ഭാര്യമാരുണ്ട്. ഈ മൈനർ ഇറിഗേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ എന്ന് പറയുന്നത് പോലെ യുധിഷ്ഠിരൻ മാത്രമേ ഏകപത്നി വ്രതക്കാരനായി. യുധിഷ്ഠിരനെയും ഏകപത്നി എവിടെ ഇരിക്കുന്ന ഏകപത്നി ഒന്നുമില്ലല്ലോ അദ്ദേഹത്തിന്. അല്ല, പാഞ്ചാലി ഒരു പത്നി മാത്രം, അഞ്ചിലൊന്നല്ലേ ഉള്ളൂ. എവിടെ ഏകപത്നി? അഞ്ചിലൊന്ന് പത്നിയാണ്. അത്രേ ഉള്ളൂ. അഞ്ചിലൊന്ന് പത്നിയുമായിട്ട് ഇരിക്കുന്നത് എന്നത് ഇദ്ദേഹം മാത്രമാണ്. പക്ഷേ അദ്ദേഹത്തെ ഒരു സ്ത്രീ കയറി അങ്ങ് വരിച്ചു കളഞ്ഞു. ഒരു സ്വയംവരത്തിൽ ചെന്നപ്പോൾ പാവം അവിടെ നിന്ന് വേർത്ത് കുളിച്ചു പോയി. സ്വയംവരത്തിലെ രാജകന്യ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മാലയിട്ട് എന്ത് ചെയ്യും? വന്ന് താമസിച്ചോളൂ എന്ന് പറഞ്ഞു. അവിടെ ഒന്ന് പുല്ലുമുണ്ടാക്കം നിന്ന് അങ്ങനെ ജീവിക്കുകയാണ് ആ ഭാര്യ. അവിടെ ഉണ്ട് അങ്ങനെ ഒരാൾ. ഞാൻ അങ്ങനെ ഇല്ലായിരുന്നു ധരിക്കരുത്. അങ്ങനെ ഒരാളുണ്ട്, പക്ഷേ കാര്യമൊന്നുമില്ല. കാരണം ഇദ്ദേഹത്തിന് ബ്രഹ്മചര്യത്തോടാണ് താല്പര്യം, സന്യാസത്തോടാണ് താല്പര്യമേ. എങ്ങനത്തെ സന്യാസം? രാജാവ് സന്യാസി ആയിരിക്കണം എന്ന് പറയുന്ന സന്യാസമല്ല. ശരിക്കും പോയി നൈഷ്ഠിക ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് സന്യസിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ജന്മനാവുള്ളൊരു ആഗ്രഹമാണ്, അദ്ദേഹത്തിൻ്റെ വാസനയാണത്. പക്ഷേ മൂത്തപുത്രനായിപ്പോയി. അതുകൊണ്ട് രാജ്യം കൈയേൽക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ നേരത്തെ ചർച്ച ചെയ്ത ധർമാധർമ്മ വിവേചനത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ഈ ആശ്രമങ്ങളനുസരിച്ച്, ഇപ്പോൾ ഈ ബ്രഹ്മചര്യത്തിലാണ് താല്പര്യം എന്ന് പറഞ്ഞല്ലോ, ഈ ആശ്രമങ്ങളനുസരിച്ച് ധർമ്മം വ്യത്യസ്തമാവും. സന്യാസിയുടെ ധർമ്മം, ബ്രഹ്മചാരിയുടെ ധർമ്മം, ഗൃഹസ്ഥൻ്റെ ധർമ്മം വ്യത്യാസമുണ്ട്. സന്യാസിക്ക് ഇപ്പോൾ ഒരാൾ കൊല്ലാൻ വന്നാൽ ചേർത്ത് നിന്ന് കഴിയുന്നില്ല, കൊന്നോട്ടെ എന്ന് വിചാരിക്കാം. കാരണം സന്യാസിക്ക് പിന്നെ ഭൗതിക ജീവിതത്തിൽ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് കൊന്നോട്ടെ എന്ന് വിചാരിക്കാം. ഗാന്ധിയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത അതായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം അങ്ങ് പറഞ്ഞ ഒരു പ്രസ്താവനയ്ക്ക് ഘടകവിരുദ്ധമല്ലേ ഇത്? അതായത് ഈ സന്യാസി സമൂഹത്തിൽ ഇടപെടണമെന്നും സന്യാസി ഒരർത്ഥത്തിൽ ഒരു സാമൂഹ്യ ജീവിയാണെന്നും പറയുണ്ടായി. അതിന് വൈരുദ്ധ്യമൊന്നുമില്ല ഇതിനകത്ത്. അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു സന്യാസിക്ക് ഇടപെടാൻ മനസ്സിലെന്നേ. അല്ല, സന്യാസിക്ക് മോക്ഷശാസ്ത്രം ഉപദേശിക്കാൻ മാത്രമേ അവകാശമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ധർമ്മശാസ്ത്രം അനുസരിച്ചാണെങ്കിൽ മോക്ഷശാസ്ത്രം സമൂഹത്തിൽ നിന്നുകൊണ്ട് സമൂഹ സേവനം എന്ന് പറഞ്ഞാൽ മോക്ഷശാസ്ത്രം ഉപദേശിക്കുകയാണ്. സമൂഹത്തിൽ സന്യാസി ഉപദേശിക്കുന്ന മോക്ഷശാസ്ത്രമാണ്. മോക്ഷശാസ്ത്രത്തിന് പ്രജാപരിപാലനം നടത്തണം, പ്രജാപരിപാലനം നടത്തി മോക്ഷശാസ്ത്രം അനുസരിച്ച് പ്രജാപരിപാലനം നടത്തണം, പ്രജാപരിപാലനം നടത്തിയില്ലെങ്കിൽ പ്രജാപരിപാലനം നടത്തണമെന്ന് ഉപദേശിക്കാം. അത് മോക്ഷശാസ്ത്രത്തിന് വിരുദ്ധമല്ല. എന്താ മോക്ഷശാസ്ത്രം എന്ന് പറഞ്ഞാൽ? മോക്ഷശാസ്ത്രം എന്ന് പറഞ്ഞാൽ നിഷ്കാമനായിട്ട് കർമ്മം ചെയ്യുന്നതാണ് മോക്ഷം. അല്ല, സന്യാസിക്ക് അഥവാ ആചാര്യന് സമൂഹത്തിൽ ഒരു 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 തിരുത്തൽ പ്രക്രിയയുടെ ഉത്തരവാദിത്വമില്ലേ? ഒരു തിരുത്തൽ ശക്തിയായിട്ട് വർത്തിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതാണ് സമൂഹത്തിൽ നിന്ന് പ്രവർത്തിക്കണം. സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിന്ന് നിഷ്കാമമായി സന്യാസി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. നല്ല സന്യാസിമാരെ അങ്ങനെ വിവേകാനന്ദൻ എന്താ ചെയ്തത്? സ്വാമിക്ക് വേണമെങ്കിൽ വിവാഹം കഴിക്കാമായിരുന്നു, അദ്ദേഹം ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നിർബന്ധിച്ച് പിടിച്ച് പെണ്ണ് കെട്ടിക്കാനൊക്കെ ഒക്കില്ല. വിവാഹം കഴിച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. വിവാഹം കഴിച്ചാൽ വേറെ ചില കുഴപ്പമുണ്ടാകും. അതിന് നിങ്ങളൊക്കെ ഒന്ന് മതിയാക്കിക്കേ എന്ന് പറയും ഭാര്യ. നിങ്ങൾ സന്യസിച്ച് ആ തലക്കെട്ടൊന്ന് അടിച്ച് അവൾ അടിച്ച് ദൂരെ കളയുന്നത്. തലക്കെട്ട് ഒരു തലക്കെട്ട് കെട്ടിക്കൊണ്ട് നടക്കുന്നേ എന്ന് പറയും. ആ പ്രശ്നം വരും. അപ്പോൾ അത് ചെറുത്തു നിൽക്കാനുള്ള ഒരു ധീരത ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം ഉണ്ടായിരുന്നുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തത്. പിന്നെ മിഷനുമുണ്ട്. വിവാഹം കഴിച്ചാൽ പോകുന്നിടത്തൊക്കെ ഭാര്യയും കൊണ്ടുപോകണം. മറ്റേ അദ്ദേഹത്തിൻ്റെ ആചാര്യന് ഭാര്യ ഉണ്ടായിരുന്നല്ലോ, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, രാമകൃഷ്ണദേവൻ സന്യാസി ആയിരുന്നില്ലല്ലോ. പിന്നെ ആരായിരുന്നു? രാമകൃഷ്ണദേവൻ ഗൃഹസ്ഥനായിരുന്നില്ലേ? സന്യാസി എന്നുള്ള ഈ സംഘടിത വ്യവസ്ഥാപിത സന്യാസിയായിരുന്നു. അല്ല, ആ അർത്ഥത്തിലല്ല ഉദ്ദേശിച്ചത്. ഭാര്യയും കൂട്ടത്തിലുണ്ടായിരുന്നു. നിങ്ങളുടെ ആള് സന്യാസി തന്നെ. ഭാര്യ കൂട്ടത്തിലുണ്ടായിരുന്നു. വൈഷ്ണവ സന്യാസിയില്ലേ? ഭാര്യ ഉണ്ടായിരുന്നില്ലേ? അരുന്ധതി ഉണ്ടായിരുന്നില്ലേ? അരുന്ധതി ഉണ്ടായിരുന്നു മാത്രമല്ല, വേറെ ചിലർ അങ്ങിൽ നിന്ന് എനിക്ക് സന്തതി ജനിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സന്തതിയും ജനിപ്പിച്ചു കൊടുത്തു. അതിനൊന്നും കൂതലില്ല. നമ്മുടെ ഒരു ആധുനിക വിവക്ഷയിൽ സന്യാസി സമൂഹത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ ഫലത്തിൽ അത് സംഭവിക്കുക രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്നുള്ളതാണ്. സങ്കുചിതമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്നുള്ളതാണ്. ഇത് നമുക്കൊരു ഭാരതീയ കാഴ്ചപ്പാടിൽ, കാരണം നമുക്കിന്ന് നമ്മുടെ പാർലമെൻറ്റിൽ സന്യാസിമാരായ എംപിമാരുണ്ട്. ഇത് നമുക്കൊരു ഭാരതീയ വീക്ഷണത്തിൽ, ഭാരതീയ ദർശനത്തിന് നിരക്കുന്നതാണോ? സന്യാസി സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതാണ്. സജീവ രാഷ്ട്രീയത്തിൽ സന്യാസിക്ക് ഇടപെടാം.
കക്ഷി രാഷ്ട്രീയമാകരുതെന്നേ ഉള്ളൂ. സങ്കുചിതമായ രാഷ്ട്രീയ വീക്ഷണത്തോടുകൂടി ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി ഇടപെടാൻ പാടില്ല. പാർട്ടികളെല്ലാം ധർമ്മം പാലിക്കുന്നതിന് വേണ്ടി സന്യാസിക്ക് ഇടപെടാം, ഏത് പാർട്ടിയിലും ഇടപെടാം. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിക്ക് ഭരണം കിട്ടാൻ വേണ്ടി സന്യാസിമാർ കയറി കളിക്കുന്നത് ഭാരതം അനുശാസിക്കുന്ന കളിയല്ല. എല്ലാ പാർട്ടികളും ധർമ്മം പാലിച്ചുകൊണ്ട് പ്രജകളുടെ ഉന്നമനത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്നതിനുണ്ട് സന്യാസിക്ക് ഇടപെടാം. അതാണ് സാമൂഹികമായ ഇടപെടൽ, സാംസ്കാരികമായ ഇടപെടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയമായ ഇടപെടലുമാകാം, അതിങ്ങനെ ആവണം. അതുകൊണ്ടല്ലേ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടാവണം, യഥാർത്ഥ സന്യാസിമാർ ആരാണ്? രാമനാണ് യഥാർത്ഥ സന്യാസി, കൃഷ്ണനാണ് യഥാർത്ഥ സന്യാസി. കാരണം രാഷ്ട്രീയത്തിൽ ഇടപെടുകയാണ് അവർ, സമൂഹ ജീവിതത്തിൽ ഇടപെടുകയാണ്, സാംസ്കാരിക ജീവിതത്തിൽ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ നിർദാക്ഷിണ്യമായി ഇടപെടുകയാണ്. എത്ര രാജാക്കന്മാർ കൊല്ലപ്പെട്ടു പോകുന്ന കർമ്മത്തിലാണ് കൃഷ്ണൻ ഇടപെട്ടത്, അർജുനൻ പിൻവാങ്ങിയിട്ടും. അത് രാഷ്ട്രീയമായ ഇടപെടലാണ്, നിഷ്ഠുരമായ ധാർമ്മികമായ ക്രൂരമായ ഇടപെടലാണ്. അധർമ്മത്തെ ഉച്ചാടനം ചെയ്യാൻ അങ്ങനെ ഇടപെടണം ഏത് സന്യാസി. കൃഷ്ണനാണ് യഥാർത്ഥ സന്യാസി, കൃഷ്ണനാണ് യഥാർത്ഥ യോഗി. യോഗികൾക്കെല്ലാം നേതാവുമാണ്, അതാണ് യോഗീശ്വരൻ എന്ന് പറഞ്ഞ അർത്ഥം. രാമനും അങ്ങനെ തന്നെ. യോഗിമാരുടെ എല്ലാവരുടെയും ഈശ്വരനായില്ലെന്നേ ഉള്ളൂ. ധാർമ്മിക രാഷ്ട്രീയമാണ്. അപ്പോൾ ധാർമ്മിക രാഷ്ട്രീയത്തിന് വേണ്ടി, ധാർമ്മിക രാഷ്ട്രീയ പ്രയോഗത്തിൽ വരുത്തുന്നതിന് വേണ്ടി അവരുടെ കർമ്മധീരതയുടെ സമസ്ത പൗരുഷവും ജനങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഹോമിച്ചു കൊടുക്കണം. ആ ഇടപെടലാവാം. ആശ്രമം കെട്ടി ഇരിക്കുന്ന സന്യാസവുമുണ്ട്. ഒരു സന്യാസിക്ക് ഇങ്ങനെ ഇടപെടാൻ ഇഷ്ടമില്ലേ? അപ്പം നിർബന്ധിച്ചുകൊണ്ട് നടപടിക്കാൻ നോക്കുമോ? അല്ല, നമ്മുടെ രാജഗുരു എന്നുള്ള സങ്കല്പമില്ലേ, എല്ലാ രാജാക്കന്മാർക്കും ഉപദേശങ്ങൾ നൽകുന്നതിന് സന്യാസിയായ ഒരു ആചാര്യൻ ഗുരു ഉണ്ടായിരുന്നു പരമ്പരയ്ക്ക്. സന്യാസി ആയിരിക്കണം നിർബന്ധമില്ല, സന്യാസി ആയിരുന്നാൽ നന്ന് എന്നേ ഉള്ളൂ. ഇപ്പോൾ ചാണക്യൻ ഉപദേശകനായിരുന്നു, സന്യാസി ആയിരുന്നില്ലല്ലോ. സന്യാസിയുടെ ഇതുപോലെയുള്ള ജീവിതമായിരുന്നു. ഇത് രാജ്യതന്ത്രത്തെക്കുറിച്ചും മറ്റ് ദണ്ഡനീതിയെക്കുറിച്ചും ഒക്കെ പാണ്ഡിത്യമുണ്ടായിരുന്നാൽ മതി രാജാവിനെ ഉപദേശിക്കുന്നതിന്. രാജാവിന് ഇത്തരം കാര്യങ്ങൾ സംശയം വരുമ്പോൾ അത് വിശദീകരിച്ച് കൊടുക്കണം. ദണ്ഡനീതിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, രാജ്യതന്ത്രത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹത്തെ ഉപദേശിച്ച് കൊടുത്താൽ മതി. രാജാവിന് സൗകര്യം ഉണ്ടെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ സ്വീകരിക്കില്ല. നമ്മുടെ ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് പോലെയുള്ളൂ. ഗവൺമെൻറ്റിന് താല്പര്യം ഉണ്ടെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ എല്ലാ കമ്മീഷൻ റിപ്പോർട്ടുകളും എടുത്ത് ചോറ്റുകൊട്ടക്കളയും. അതുപോലെയുള്ളൂ രാജഗുരുവിൻ്റെ ഉപദേശം. പക്ഷെ എന്നാലും രാജഗുരു ഉണ്ടാകും. ആ രാജഗുരു എന്ന് പറയുന്നതല്ല യഥാർത്ഥ സന്യാസി. യഥാർത്ഥ സന്യാസി എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തെ ജനങ്ങൾക്ക് പണയം വെച്ച് കൊടുത്തവനാണ്, തൻ്റെ ജീവിതത്തെ ജനങ്ങൾക്ക് വിറ്റവനാണ്. സ്വന്തമായി ജീവിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് സ്വന്തമായിട്ടുള്ള ജീവിതം? ഈ തടി വീണു പോകാതിരിക്കാനുള്ള ഭക്ഷണം കഴിക്കും, അത്രയേ ഉള്ളൂ. രാമൻ അങ്ങനെ കഴിച്ചിരുന്നുള്ളൂ. വലിയ ഘോഷങ്ങളും വലിയ സദ്യകളും 10,000 ബ്രാഹ്മണർക്ക് സദ്യയുമൊക്കെ നിത്യം നമ്മുടെ നടക്കും. 10,000 പശുവിനെ കറന്ന് പാലെടുക്കും. ഈ മിൽമ തുടങ്ങിയത് ആദ്യമായിട്ട് കൃത്യമായിട്ട് മിൽമ തുടങ്ങിയത് രാമനായിരുന്നു, പശുക്കളുടെ. അല്ലാതെ നമ്മുടെ ഇവിടുത്തെ കൃഷിമന്ത്രിയോ അല്ലെങ്കിൽ പാല് മന്ത്രിയോ ഉപ്പ് മന്ത്രിയോ മുളക് മന്ത്രിയോ മല്ലി മന്ത്രിയോ കടുക് മന്ത്രിയോ ഒന്നുമല്ല. വലിയ ഡയറിയാണ്. നോക്കത്താത്ത വിധത്തിലെ 4 ദിക്കുകളിലും ഡയറികൾ സ്ഥാപിച്ചിട്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ പാല് കറന്നെടുക്കാം.